കാർസോണിൻ്റെ ഏറ്റവും പുതിയൊരു ബ്രാഞ്ച് ഓപ്പൺ ആയിട്ടുള്ളതാണ് കേട്ടോ. ഇത് നമ്മൾ ചോദിക്കുന്ന 1.65 1.65 വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നവർ മാത്രം എടുക്കണം എന്ന് ഞാൻ പറയുന്ന വണ്ടിയാണ്. അതായത് ഒരു കൊച്ചു മിസൈൽ 1.5 ഡീസൽ എഞ്ചിൻ. അതെ, അടിപൊളിയാണ്. രണ്ട് വണ്ടി കൂടി കാണിച്ചു തരാം. ഒരു പോളോ കാണിച്ചു തരാം. പോളോ ഏതാ മോഡൽ? പോളോ 2015 മോഡലാണ്. 15 ഡീസലോ പെട്രോളോ? പെട്രോൾ. 21 പുത്തൻ വണ്ടിയാണ് അല്ലേ? പുത്തൻ വണ്ടി. അതായത് എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ 7/9/2029. കാരണം ഓൾമോസ്റ്റ് 22ലേക്ക് എന്ന് പറയാം. 2 എയർ ബാഗ് എല്ലാ കാര്യങ്ങളും വരും. മാനുവൽ തന്നെ അല്ലേ? മാനുവലാണ്. സേഫ്റ്റി ഫീച്ചേഴ്സ് 5 സ്റ്റാർ റേറ്റിംഗിലേക്ക് വന്ന വെഹിക്കിളാണ്. ഇത് 2021 മോഡൽ വണ്ടിയാണ്. 21 ലാസ്റ്റ്. എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ 30/10/2021 ഈ ഒരു ഷോറൂമിന്റെ വീഡിയോ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ തന്നെ ഒരുപാട് വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ കോഴിക്കോട് വെസ്റ്റിൽ അത്താനിക്കൽ സ്ഥിതി ചെയ്യുന്ന കാർസോണിൻ്റെ ഏറ്റവും പുതിയൊരു ബ്രാഞ്ച് ഓപ്പൺ ആയിട്ടുള്ളതാണ് കേട്ടോ. അതായത് ഇവരുടെ എക്സാക്റ്റ് ഇപ്പോൾ പുതിയ ബ്രാഞ്ച് ഓപ്പൺ ആയിട്ടുള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വയനാട് റോഡിൽ, അതായത് കോഴിക്കോട് നിന്ന് വയനാട് പോകുമ്പോൾ കൊടുവള്ളി എത്തുന്നതിന് മുമ്പ് പടനിലം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് പുതിയതായിട്ടുള്ള ഈ ഒരു ബ്രാഞ്ച് ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ അവിടെയും ഒരുപാട് വണ്ടികൾ, ഒരു 150+ വണ്ടികൾ കോഴിക്കോടുണ്ട്. അപ്പോൾ ഇവിടെയും പുതിയൊരു ഔട്ട്ലെറ്റ് ഓപ്പൺ ആക്കിയിട്ട് കുറേയധികം നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ ഇവർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടി പുതിയൊരു സ്ഥലവും കൂടിയായി. അപ്പോൾ നിങ്ങൾക്ക് നല്ല ബഡ്ജറ്റിൽ നല്ല വില കുറച്ച് വാറണ്ടിയും കാര്യങ്ങളൊക്കെ, അതായത് നമ്മുടെ കാർസോണിൽ എങ്ങനെയായിരുന്നോ 2 വർഷത്തെ വാറണ്ടിയും 1 വർഷത്തെ RC ഒക്കെ ചെയ്തു തന്നിരുന്നത്, അതേപോലെയുള്ള മുഴുവൻ സംഭവങ്ങളും നിങ്ങൾക്ക് ഇവിടുന്ന് ചെയ്തു തരും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ കാർസോണിലെ നമ്മുടെ ആൾക്കാർ തന്നെയാണ് അല്ലേ അഭിനവ്? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പോൾ എന്തായാലും 1 മാസം ആയിട്ടുള്ളൂ അല്ലേ ഇവിടെ തുടങ്ങിയിട്ട്? നമുക്കൊരു 1 മാസം ആവുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ എന്തായാലും ഒരുപാട് വണ്ടികൾ ഇവിടെ നിലവിൽ ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് നല്ല ക്വാളിറ്റിയുള്ള വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ള ക്വാളിറ്റിയുള്ള വെഹിക്കിൾസ് മൊത്തം നമ്മൾ എടുക്കുന്നുള്ളൂ അല്ലേ? ഓക്കെ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ വയനാട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും വരികയാണ്, അതേപോലെ തന്നെ ഈ കൊടുവള്ളി അല്ലെങ്കിൽ താമരശ്ശേരി അടിവാരം അവിടുന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ കോഴിക്കോട് വരെ വന്ന് ബുദ്ധിമുട്ടണ്ട. ആ ഒരു വലിയ തിരക്കിലേക്ക് കയറാണ്ട് തന്നെ സുഖമായിട്ട് അടുത്ത് എത്താനുള്ളൊരു ഇതായി അല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസും കിട്ടും, ഇവിടെയുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസും കിട്ടും. നമുക്ക് വേണമെങ്കിൽ അവിടുത്തെ വണ്ടികൾ ഇവിടെ അറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അങ്ങനെ ഇവിടുത്തെ വണ്ടികൾ അവിടെ അറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഡെലിവറി വേണമെങ്കിൽ അവിടെ നിന്ന് എടുക്കണം, ഇവിടുന്ന് എടുക്കാം, എല്ലാം എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും പുതിയൊരു ഔട്ട്ലെറ്റ് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നല്ല ഓഫറിൽ കൊടുക്കണം കേട്ടോ. നമുക്ക് ഓഫർ മാക്സിമം ചെയ്തോളൂ. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും അതെന്തായാലും ചെയ്ത് കൊടുക്കും. ഓക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ഓൾറെഡി പറഞ്ഞു, വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഇവരും സെയിം, അതായത് നമ്മുടെ കാർസോണിൽ എന്തായിരുന്നു അത് തന്നെ, ഒരു മാറ്റവും ഇല്ല. ഇങ്ങോട്ട് മാറ്റി കുറച്ച് വണ്ടികൾ ഇട്ടുന്നേ ഉള്ളൂ അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നല്ല നല്ല വണ്ടികൾ നോക്കുന്ന എല്ലാവരിലേക്കും എത്തും. നമുക്ക് കുറച്ച് വണ്ടികളൊന്ന് കാണിച്ചു കൊടുത്താലോ? കുറച്ച് വണ്ടികൾ കാണിച്ചു. ഓക്കെ. അപ്പോൾ എന്നാലും നമ്മുടെ കാർസോണിൻ്റെ പുതിയ ഷോറൂമിൽ നിന്നുള്ള ആദ്യത്തെ വണ്ടിയാണ് കേട്ടോ. ആദ്യത്തെ വണ്ടി ടാറ്റ അൾട്രോസ് 5 സ്റ്റാർ റേറ്റിംഗ് വരുന്ന ഒരു കിഡിലൻ വണ്ടി. 1.2 ലിറ്റർ പെട്രോൾ അല്ലേ? പെട്രോൾ 3 സിലിണ്ടർ എഞ്ചിൻ. ഏതാ? 3 സിലിണ്ടർ എഞ്ചിൻ വരുന്നത്. ശരിക്കും ഏതാ മോഡലൊക്കെ? ഇത് 2021 മോഡലാണ്. 21 പുത്തൻ വണ്ടിയാണ് അല്ലേ? പുത്തൻ വണ്ടി. അതായത് എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ 7/9/2029. കാരണം ഓൾമോസ്റ്റ് 22ലേക്ക് എന്ന് പറയാം. ഇത് എത്ര ഓടിയിട്ടൊക്കെ ഉണ്ട്? ആകെ 24 കിലോമീറ്റർ വണ്ടി ഓടിയുള്ളൂ. ലോ കിലോമീറ്റർ. വളരെ ലോ കിലോമീറ്റർ. പിന്നെ ഓപ്ഷനിലാണ് വണ്ടി വരുന്നത്. ഓപ്ഷനിൽ മിഡിൽ ഓപ്ഷൻ കുറച്ച് മേലാണ്. പുഷ്പട്ടൻ സ്റ്റാർട്ട് വരെ വരുന്നുണ്ട്. പുഷ്പട്ടൻ സ്റ്റാർട്ട് വരുന്നുണ്ട് അല്ലേ? പുഷ്പട്ടൻ സ്റ്റാർട്ട് വരുന്നുണ്ട്. അടിപൊളി. അലോയ് വീൽസ് കാര്യങ്ങളൊന്നും ഇല്ല. അലോയ് വീൽസ്, റിയർ വൈപ്പർ, കുറച്ച് കാര്യങ്ങളില്ല. ഓൾമോസ്റ്റ് ഒരു ഫാമിലിക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും വണ്ടിയിൽ അടങ്ങിയിട്ടുണ്ട്. ധാരാളമാണ്. മെയിൻ ഗുണം എന്ന് പറയുന്നത് സേഫ്റ്റിയാണ്. സേഫ്റ്റിയുടെ കാര്യത്തിൽ നമ്പർ 1 സേഫ്റ്റി. 5 സ്റ്റാർ റേറ്റിംഗ്. പിന്നെ 90 ഡിഗ്രി ഡോർ ഓപ്പൺ ചെയ്യാം. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാര്യമായ റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നുമില്ല. ക്ലീൻ വണ്ടി അല്ലേ? ക്ലീൻ വണ്ടി. നമ്മളെ വാറണ്ടി ആവുമ്പോ കമ്പനി വാറണ്ടി ഉണ്ടോ? കമ്പനി വാറണ്ടി 2 ഇയേഴ്സ് ആണ് വരുന്നത്. അപ്പൊ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും. ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് 2 വർഷം വാറണ്ടി കൊടുത്തു. നമ്മളെ വാറണ്ടി കൊടുക്കാം. അതായത് ഇവരുടെ വാറണ്ടിന്റെ കേസ് എന്ന് പറയുന്നത് 2 വർഷം നിങ്ങൾക്ക് ഒരുവിധം എല്ലാ പാർട്സിനും കിട്ടും അല്ലേ? ധൈര്യമായിട്ട് വണ്ടി എടുക്കാം. കാരണം ഒരു കംപ്ലൈന്റും ഇല്ലാണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ തന്നെ നെറ്റിൽ മോട്ടിലുള്ള സാധനമാണല്ലോ. അപ്പൊ അതിന് എന്തെങ്കിലും ഒരു വിഷയം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ വന്നാൽ തന്നെ അത് ഇവർ പരിഹരിച്ചു തരും. 1 രൂപ മുടക്കേണ്ട ആവശ്യമില്ല. പിന്നെ പ്രൈസും കൂടി കേട്ടെ. പ്രൈസ് നമുക്ക് 670 ആണ് ചോദിക്കുന്നത്. 670 ഇൻക്ലൂഡിംഗ് 2 ഇയർ വാറണ്ടി, 1 ഇയർ RC കേട്ടോ. 1 ഇയർ. പിന്നെ നെഗോഷ്യബിൾ അല്ലേ പ്രൈസ് ഒക്കെ? നമുക്ക് ചെറുതൊക്കെ മാറ്റം വരുത്തി കൊടുക്കാൻ പറ്റും. നേരത്തെ ആദ്യമേ നിങ്ങളോട് പറഞ്ഞു, വീഡിയോ കണ്ടു വരികയാണെങ്കിൽ അത് പറഞ്ഞാൽ മതി, നല്ല ഡിസ്കൗണ്ട് ഉണ്ടാവും. പിന്നെ ഈ വക വണ്ടികളൊക്കെ കിട്ടുമ്പോൾ നോക്കിക്കോളൂ, കാരണം അത്രയും പുതിയ മോഡൽ ലോ കിലോമീറ്റർ വണ്ടികളാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ടിയാഗോ
ടിയാഗോ നല്ല ഒരു അടിപൊളി കളറിലുള്ള വണ്ടിയാണ് അല്ലേ? അടിപൊളി കളറാണ്, ഡ്യുവൽ ടോണിലാണ് വരുന്നത്. ഡ്യുവൽ ടോൺ ആണ്, ഫുൾ ഓപ്ഷൻ തോന്നുന്നു. ഫുൾ ഓപ്ഷൻ ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ എക്സെറ്റ് പ്ലസിൽ ഡ്യുവൽ ടോൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ അലോയ് വീൽസ് കാര്യങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ബട്ടൺ സ്റ്റാർട്ട് വരില്ലല്ലോ? ബട്ടൺ സ്റ്റാർട്ട് വരുന്നില്ല, നമുക്ക് ടിയാഗോയിൽ വരുന്നില്ല. അൾട്രോസ് തൊട്ട് അങ്ങോട്ടാണ് വരുന്നത്. അതെ, ബാക്കിയുള്ള എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ്. മോഡൽ ഏതാ? മോഡൽ 2022 ആണ് വരുന്നത്. 22 9 മാസമാണ്. അടിപൊളി. അതായത് 26/9/2022 മോഡൽ വണ്ടിയാണ്. അതും ഏറ്റവും ഫുൾ ഓപ്ഷൻ. 2 എയർ ബാഗ് ഒക്കെ വരില്ലേ? 2 എയർ ബാഗ് എല്ലാ കാര്യങ്ങളും വരും അല്ലേ? മാനുവൽ തന്നെ അല്ലേ? മാനുവൽ ആണ്. സേഫ്റ്റി ഫീച്ചേഴ്സിൽ 5 സ്റ്റാർ റേറ്റിംഗിലേക്ക് വന്ന വെഹിക്കിൾ ആണ് ഇത്. ന്യൂ ഷേപ്പ് വന്നു 5 സ്റ്റാർ. 5 സ്റ്റാർ. ഓൾഡ് ഷേപ്പിൽ 4 സ്റ്റാർ ആയിരുന്നു. ന്യൂ ഷേപ്പിൽ എത്തിയപ്പോൾ 5 സ്റ്റാറിലേക്ക് വന്നിട്ടുണ്ട്. ഓട്ടോ എത്രയാ? ഓട്ടോ ആകെ 28,000 കിലോമീറ്റർ വണ്ടി ഓടി. പ്രോപ്പർ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ളത് നമുക്ക് ഹിസ്റ്ററി എടുത്തു കൊടുക്കാം. എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാം. ഇതൊക്കെ പിന്നെ സിമ്പിൾ ആയിട്ട് കിട്ടാവുന്ന ഹിസ്റ്ററി ഒക്കെ. KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ വേണ്ടി. അതെ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ക്ലീൻ വണ്ടി. എന്താ റേറ്റ് വരുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 6.25 ആണ്. 2022 വണ്ടിയാണ്. അത് ആലോചിക്കണം. ലോ കിലോമീറ്റർ വണ്ടി, അലോയിലും കാര്യങ്ങളും എല്ലാ ഓപ്ഷനും ഉണ്ട്. ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും എവിടെയും പറയാനില്ല കേട്ടോ. ഇല്ല, കസ്റ്റമേഴ്സിന് ഒന്നും ചെയ്യാനില്ല. പിന്നെ നമ്മൾ വണ്ടി കൊടുക്കുമ്പോൾ ഒരു ജനറൽ ചെക്കപ്പ് ഉണ്ടാവും, പിന്നെ ഒരു പോളിഷ്, എല്ലാ കാര്യങ്ങളും വെച്ച് പുതിയ വണ്ടി അങ്ങനെ ഇറക്കുന്നത് അതുപോലെ ചെയ്തു. ഒരു പുതിയ ഷോറൂമിൽ വണ്ടി ഇറക്കുന്ന പോലെ അത് ചെയ്തു. വിത്ത് വാറണ്ടി ചെയ്തു. 2 വർഷം വാറണ്ടിയും കൂടി കിട്ടും. അപ്പോൾ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു 24 പകുതി വരെ. ഇത് 29 മാസം വരെ കമ്പനി വാറണ്ടി ഉണ്ട്. കാരണം 9 മാസം ഇറങ്ങിയ വണ്ടിയാണല്ലോ 22 ആകുമ്പോൾ 24 വരെ 24 9 മാസം വരെ വാറണ്ടി നിലവിലുണ്ട്. എന്നിരുന്നാലും നിങ്ങൾക്ക് ഇവരുടെ വാറണ്ടി കാര്യങ്ങളൊക്കെ അതും കിട്ടും. 6,25,000 25,000. ഇപ്പൊ ഇതിനൊക്കെ എന്ത് ലോൺ കിട്ടും ഏകദേശം? നമുക്ക് ഇതിലൊക്കെ മാക്സിമം ചെയ്ത് കൊടുക്കും. ഇതൊരു 6,22,25 നമ്മൾ വില പറഞ്ഞു. ഏകദേശം ഒരു 6 അടുത്തൊക്കെ കയറുമോ? നമുക്ക് 6 അടുത്ത് കസ്റ്റമർ പ്രൊഫൈൽ വെച്ചാണ് മാക്സിമം ചെയ്യാൻ പറ്റുന്നത്. നമുക്കൊരു 10-40 റുപ്യ ഇറക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു 50,000 രൂപയുടെ ഉള്ളിൽ കൈ കണ്ടാൽ ഇറക്കി കൊണ്ടുപോകാം. അതുപോലെ തന്നെ നല്ല വെള്ള കളറിലുള്ള ഒരു ഐറ്റൺ ഉണ്ടല്ലോ, ഗ്രാൻഡ് ഐറ്റൺ. ഏതാ മോഡല്? 2017 മോഡലാണ്. 17 ഓട്ടോമാറ്റിക് ആണ്? മാനുവൽ അല്ലേ? ഇതും 1.2 പെട്രോൾ. 1.2 പെട്രോൾ. വേരിയന്റ് ഏതാ? വേരിയന്റ് മാഗ്നയാണ്. മാഗ്ന. അത്യാവശ്യം വേണ്ടുന്ന എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അത്യാവശ്യം ഫോട്ടോ പവറിന്റെ പവർ സ്റ്റിയറിംഗ്, AC, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, ഓൾമോസ്റ്റ് അത്യാവശ്യം എല്ലാ ഫാമിലിക്ക് വേണ്ടിയുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. റിയർ AC വെന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓട്ടോ എത്രയാ? ഓട്ടോ നമുക്ക് 74,000 കിലോമീറ്റേഴ്സ് വണ്ടി ഓടി. 74 അല്ലേ? അത് കറക്റ്റ് ഹിസ്റ്ററി ഒക്കെ കൊടുത്തു. ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിലുള്ളത്. സെക്കൻഡ് ആണല്ലേ? ടയർ ഭാഗങ്ങൾ ഫ്രണ്ടിലും ബാക്കിലും ഏകദേശം 80% ഉണ്ട്. ടയർ ഭാഗവും കുഴപ്പമില്ലാത്ത ടയർ ഭാഗസ് ഉണ്ട്. പെട്ടെന്നൊരു പണി എടുക്കേണ്ട വണ്ടി, നല്ല നീറ്റാണ്. അതാണ് മെയിനായിട്ട് പറയേണ്ടത്. ഇതിന്റെ വിലയും കൂടി ഒന്ന് പറഞ്ഞോ. ഇത് നമുക്ക് ചോദിക്കുന്നത് 4,50,000 ആണ് ചോദിക്കുന്നത്. 4.5 ലക്ഷം രൂപ. 17 അല്ലേ? 17 മോഡൽ 4.5 ലക്ഷം രൂപ കേട്ടോ. മാഗ്ന വണ്ടിയാണ്. എന്താ പറയാ, 17 അപേക്ഷിച്ച് വലിയ ഒരു ഓട്ടം എന്ന് പറയാനില്ല, എന്നാലും ഓടിയിട്ടുണ്ട്. ചെറിയ ഓട്ടം ഓടിയിട്ടുണ്ട്. അതെ, അത്രേ ഉള്ളൂ. വേറെ പക്കയല്ല വണ്ടി പക്കയാണ്. ഒരു കുഴപ്പമില്ല. അടിപൊളി. അപ്പൊ എന്തായാലും 4,50,000 രൂപ, 4 ലക്ഷം രൂപ കൺഫേം ആയിട്ട് ലോൺ കിട്ടും. നിങ്ങൾ ചെക്ക് ചെയ്തോളൂ കേട്ടോ. വന്നിട്ട് മാക്സിമം, അതായത് ഏത് ഷോറൂമിൽ നിന്ന് ഏത് വണ്ടി എടുക്കാനും ഞാൻ എപ്പോഴും പറയുന്നതാണ്, എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാവോ അങ്ങനെയൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. യൂസ്ഡ് കാറാണ്. കസ്റ്റമേഴ്സിന് എവിടെ വേണം ചെക്ക് ചെയ്യാം. ഷോറൂം കൊണ്ട് ചെക്ക് ചെയ്യാം. എല്ലാ ഓപ്ഷനും ഉണ്ട്. നമ്മളെല്ലാ ചെക്കിങ് കഴിഞ്ഞിട്ടായിരിക്കും വണ്ടി എടുക്കുക. അപ്പോൾ എന്തായാലും നോക്കിക്കോളൂ കേട്ടോ. നല്ല അടിപൊളി ഒരു ഐറ്റം വേണമെങ്കിൽ. അതുപോലെ തന്നെ കുറച്ച് പഴയ ഷേപ്പിലുള്ള ഒരു സ്വിഫ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് വണ്ടി. ഇത് സെയിൽ ആയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇത് കാണിക്കണ്ടല്ലോ? വേണ്ട. ഓക്കെ, അപ്പൊ ഈ കിഡ് കാണിച്ചാലോ? കിഡ് കാണിക്കാം. കിഡ് ഏതാ മോഡല്? കിഡ് 2018 മോഡൽ വണ്ടിയാണ്. 18 2018 മോഡൽ കിഡാണ് കേട്ടോ. 18 മോഡൽ. നല്ല നീറ്റ് എന്ന് പറഞ്ഞാൽ പോളിഷ് അടക്കം ചെയ്ത് നല്ല കുട്ടപ്പനാക്കി വണ്ടി. ഇത് ഓട്ടോക്ക് എത്രയാ? ഇത് ആകെ ലോ കിലോമീറ്റർ ആണ് വണ്ടി ഓടിയത്. 35,000 കിലോമീറ്റർ വണ്ടി ഓടിയത്. 18 35 ജെനുവിൻ ആണോ? ജെനുവിൻ കിട്ടും. ധൈര്യമായിട്ട് എടുത്തു കൊടുക്കാം. ഓക്കെ. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നുമില്ല അല്ലേ? ക്ലീൻ വണ്ടി. അത്യാവശ്യം ചെറിയ ടച്ചപ്പ് ഒഴിച്ചാൽ വണ്ടിയിൽ വേറെ ഒരു അതുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ വൃത്തിയുണ്ട്. ഇത് പവർ വിൻഡോസ് ഇല്ല. RX L ആണ്. 2017 കമ്പനി വന്നിട്ടില്ല. ഓൾമോസ്റ്റ് ക്ലീൻ ആണ് വണ്ടി. സെൻട്രൽ ലോക്ക് ഒക്കെ വരുമല്ലോ അല്ലേ? സെൻട്രൽ ലോക്ക് വന്നിട്ടില്ല. അത് AC പവർ സ്റ്റിയറിംഗ് മാത്രമാണ്. പക്ഷേ കസ്റ്റമേഴ്സിന് അഡീഷണൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ചെറിയ പൈസ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് അത്രേ ഉള്ളൂ. 4 ഡോർ പവർ വിൻഡോയും സെൻട്രൽ ലോക്കും ചെയ്യാൻ ആകെപ്പാട് 20,000 രൂപ ചെയ്യാം. 20,000 ഉള്ളിൽ ചെയ്യാൻ പറ്റും. 3,000 രൂപയൊക്കെ സെൻട്രൽ ലോക്ക് കിട്ടും. സെൻട്രൽ ലോക്ക് പറഞ്ഞാണ്. കോയമ്പത്തൂരിലെ കുറേ വീഡിയോ ഞാനിട്ടുണ്ട്. അതൊക്കെ വേണമെങ്കിൽ ഒന്ന് നോക്കിയാൽ മതി. പിന്നെ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 3 ലക്ഷമാണ്. 3 ലക്ഷം ആവൂലേ? നമുക്ക് ചെറുതോതിൽ മാറ്റം പറ്റിയാൽ നമ്മൾ ഓൾമോസ്റ്റ് റേറ്റ് കുറച്ചിട്ടാണ് നമ്മളിവിടെ റേറ്റ് വണ്ടി ഇട്ടത്. ചെറുതോതിൽ നമുക്ക് വീഡിയോ കണ്ടുവരുന്നത് നമുക്ക് ചെറുതോതിൽ മാറ്റം എടുത്ത് കൊടുക്കാം. വേറൊരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ട, 2 വർഷത്തെ വാറണ്ടി കിട്ടും.
2 വർഷത്തെ വാറണ്ടി 1 വർഷത്തെ RSA കിട്ടും. അപ്പോൾ അതിൽ കൂടുതലൊന്നും ഇത്രയും ലോ ബഡ്ജറ്റ് വണ്ടിയൊക്കെ ചെയ്യാൻ പറ്റില്ല. 3 ലക്ഷം രൂപ എന്തായാലും 2.5 ലക്ഷം രൂപ സുഖമായിട്ട് ലോണും കയറും. ഇനി ഇതാണെങ്കിലോ ക്ലൈംബർ, ഇത് 2020 ഓട്ടോമാറ്റിക് വെഹിക്കിളാണ്. 20 AMT ആണ്. AMT. അതായത് ഈ ക്ലൈംബർ വരുമ്പോൾ ഒരു ഗുണമുണ്ട്, ഇതിന് 4 ഡോർ വിൻഡോ വരും കേട്ടോ. 4 ഡോർ വിൻഡോ വരും. ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷൻ വണ്ടി. ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, റിവേഴ്സ് ക്യാമറ വരും, എല്ലാ സാധനവും. ക്ലൈംബർ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ എഡിഷനിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ, ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഫ്രണ്ട് കാര്യങ്ങളൊക്കെ മാറി. അതെ അതെ. ന്യൂ ഷേപ്പും കൂടിയാണ് കേട്ടോ. ന്യൂ ഷേപ്പ് നല്ലൊരു കളറും കൂടിയാണ്. കളറും വരും. 1 ലിറ്റർ ആണ് വരുന്നത്. 1 ലിറ്റർ ആണ്. അത് ഓട്ടോമാറ്റിക് വരുമ്പോൾ 1 ലിറ്റർ വരുന്നുള്ളൂ. KL 73 വയനാട് വണ്ടിയാണ് കേട്ടോ. വയനാട് നമ്മുടെ സ്വന്തം നാട്ടുകാരൻ്റെ വണ്ടിയാണ്. എന്തായാലും പിന്നെ ഇത് കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ ആകെ 16,000 കിലോമീറ്റേഴ്സ് വണ്ടി ഓടിയിട്ടുള്ളൂ. 16 ഓടി. പ്രോപ്പർ ഹിസ്റ്ററി കൊടുക്കാം. അടിപൊളി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ക്ലീൻ വണ്ടി, പക്ക വണ്ടി. ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിലും അത്യാവശ്യം ഫ്രണ്ടിലൊക്കെ നല്ല കട്ടയുള്ള ടയർ ഉണ്ട് കേട്ടോ. ഫ്രണ്ടിൽ ഓൾമോസ്റ്റ് പുതിയ തന്നെ. ഇത് കിലോമീറ്റർ എത്ര പറഞ്ഞത്? 16,000. അപ്പൊ 16 ഓടി ടയറാണ്. അത്രേ ഓടിയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് സുഖമായിട്ടൊരു 25,000 കൂടി ഓടിക്കാൻ ടയറും കൊണ്ട്. അപ്പൊ അത്രയും കട്ടയുള്ള ടയറാണ്. ഇതിന്റെ പ്രൈസും കൂടി ഒന്ന് കേട്ടെ. ഇത് നമ്മൾ ചോദിക്കുന്നത് 540 ആണ്. 540 കുറയാനുണ്ടല്ലോ അല്ലേ? നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഓട്ടോമാറ്റിക്കും കൂടിയാണ്. ഓട്ടോമാറ്റിക് ആണ്. നോർമൽ മാനുവൽ വണ്ടിയെ അപേക്ഷിച്ച് 1 ലക്ഷം രൂപേൻ്റെ ഉള്ളിലൊക്കെ ഓട്ടോമാറ്റിക്കിന് ശേഷം ഡിഫറൻസ് വരും. ഓക്കെ. പിന്നെ പ്രൈസ് മാക്സിമം കുറച്ച് തരും. ഇത് 540 നമുക്ക് എന്ത് ലോൺ കയറും? ഇതിന് നമുക്ക് എങ്ങനെയായാലും ഒരു 5 ലാഖിൻ്റെ അടുത്ത് ലോൺ അടുത്ത് കിട്ടും അല്ലേ? 4-5 ഇടയ്ക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പക്കയാണെങ്കിൽ 100% നിങ്ങൾക്ക് ലോൺ കിട്ടും കേട്ടോ. ഇനി ബ്രസ ഡീസലാ? ഡീസൽ. അടിപൊളി. ഇത് ഫുൾ ഓപ്ഷൻ അല്ലല്ലോ, വീഡിയോ ഫുൾ ഓപ്ഷൻ അല്ല, വീഡിയോ ആണ് അല്ലേ? മിഡിൽ ഓപ്ഷൻ ആണ്. എന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ ഫീച്ചേഴ്സ് കാര്യങ്ങളുണ്ട്. ബട്ടൺ ഷാട്ട് ഒന്നും വരില്ലെന്നേ ഉള്ളൂ. ബട്ടൺ ഷാട്ട് വരുന്നില്ല. ഓൾമോസ്റ്റ് ബാക്കിയുള്ള ഫീച്ചേഴ്സ് വരും. അതെ അതെ. സീറ്റ് അവർക്ക് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും മോഡൽ ഏതാ? 2019 ലാസ്റ്റ്. 19 10 മാസം. 10 മാസമാണ് അല്ലേ? ഓക്കെ. 2019 10 മാസം ഡീസൽ വണ്ടി വീഡിയോ എത്ര ഓടിയിട്ടുണ്ട്? നമുക്ക് വീഡിയോ ഡീസലിൽ പറയുമ്പോൾ ആകെ 32,000 കിലോമീറ്റേഴ്സ് മാത്രം വണ്ടി ഓടി. അതൊരു 1.5 കിലോമീറ്റർ ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം ബ്രസീലിൽ ലോ കിലോമീറ്റർ വണ്ടി കിട്ടാനില്ല. കാരണം അത്രയും കൂടുതൽ എൻക്വയറി ഉള്ള, അത്രയും കൂടുതൽ ആൾക്കാർ ഇപ്പം അന്വേഷിക്കുന്ന ഒരു വണ്ടിയാണ്. മൈലേജും കാര്യങ്ങളെല്ലാം 1 ലാഖിന് മേലെ ഓടാത്ത വണ്ടികൾ ചുരുങ്ങിയ വണ്ടികൾ വളരെ ചുരുക്കമാണ്. അതായത് 19 ഏറ്റവും ലോ കിലോമീറ്റർ ഒരു ഡീസൽ വണ്ടിയാണ്. അതായത് കോമ്പാക്ട് SUV നല്ല മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി, ലോ മെയിൻ്റെനൻസ് കോസ്റ്റ് ഉള്ള വണ്ടി. അതെ അതെ. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് ചോദ്യം വരുന്നത് 9,50 ആണ്. 9,50,000. 19 മോഡൽ ഉണ്ട്, VDI ആണ്, വളരെ ലോ കിലോമീറ്റർ ആണ്. നിങ്ങൾ നോക്കിക്കോളൂ, സുഖമായിട്ട് നമുക്ക് 8.5 ലക്ഷം രൂപ ലോൺ കിട്ടും. ഏകദേശം 1 ലക്ഷം. നമുക്കിതിന് 9 ലക്ഷം ID ഉണ്ട് വണ്ടിക്ക്. 9 ലക്ഷം ID ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല പ്രൊഫൈൽ കസ്റ്റമർ ആണെങ്കിൽ മാക്സിമം ലോൺ കയറും അല്ലേ? നല്ല ലോൺ. ഒരു 50,000 രൂപേൻ്റെ ഉള്ളിലൊക്കെ കൊണ്ടുവന്നാൽ മതി. പിന്നെ നമ്മളിവിടെ പറയുന്ന പ്രൈസുകളൊക്കെ, അതായത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയധികം ഡിസ്കൗണ്ടിൽ സാധനം തരും കേട്ടോ. അത് തന്നില്ലേ എന്നോടൊന്ന് കമന്റ് ചെയ്താൽ മതി. അത് നമുക്ക് ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ പിന്നെ അതിന്റെ ബാക്കി ഞാൻ നോക്കിക്കോളാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മാക്സിമം നല്ല റേറ്റിൽ വണ്ടികൾ തരും ഇവരെന്തായാലും. ഇനി ഒരു പുത്തൻ സാധനമാണല്ലോ, പുത്തൻ വണ്ടി. 2022 മോഡൽ എക്സ്പ്രസോ. 22. അതായത് ഇതിന്റെ ഒരു വൃത്തി നിങ്ങൾ കാണണം കേട്ടോ. അതായത് 22 ആണ്. ആകെ 6,000 കിലോമീറ്റേഴ്സ് വണ്ടി ഓടി. എത്ര? 6,000 കിലോമീറ്റേഴ്സ്. ഓ, ആകെ 6,000 ഓടി. 6,000 ഓടി. ഫ്രഷ് വണ്ടി. VXI ആണ്. അതായത് 4 ടയറും അത്രയ്ക്കും കണ്ടീഷനിൽ നിൽക്കുന്നുണ്ട്. വെറും 6,000 ഓടിയ ടയറിന്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ. അതായത് 18/2/2022 ആണ് ഇതിന്റെ എക്സാക്ട് ഡെലിവറി ഡേറ്റ് വരുന്നത്. ബ്രോ, ഈ 6,000 ഒക്കെ ജെനുവിൻ ആണോ? ജെന്യൂൻ കിലോമീറ്റേഴ്സ് ആണ്. ഹിസ്റ്ററി ഒക്കെ എടുത്ത് കൊടുക്കാം. ഒരു ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഇല്ലല്ലോ. ചോദിക്കുന്ന മര്യാദ എല്ലാം അറിയാം. എന്നാലും പക്ക വണ്ടി അല്ലേ? അതായത് മെയിൻ ക്ലാസ് ഒരു സംഭവം മാറിയിട്ട് നമ്മൾ മാറി കൊടുക്കുള്ളൂ. അതെ. കാരണം ഇന്റീരിയറൊക്കെ അത്രയ്ക്ക് നീറ്റ് ആൻഡ് ഫിനിഷിലാട്ടോ നിൽക്കുന്നത്. ഇതിൽ 2 ഡോർ വിൻഡോ ഒക്കെ വരില്ലേ? 2 ഡോർ വിൻഡോ വരുന്നുണ്ട്. നമുക്ക് സ്ക്രീന് കാര്യങ്ങളൊക്കെ വരും. സ്ക്രീൻ വരുന്നില്ല, അത് VXI പ്ലസിലാണ് വരുന്നത്. അതെ. സെപ്പറേറ്റ് നിങ്ങൾ ചെയ്താൽ മതി. വണ്ടീൻ്റെ ഒരു കണ്ടീഷനാണ് പറയേണ്ടത്. ആ ഷോറൂമിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു വണ്ടി എങ്ങനെയാണോ അത് തന്നെ, ഒരു മാറ്റവും ഇല്ല കേട്ടോ. പിന്നെ ഇത് നമുക്ക് പ്രൈസ് തരാം. ഇത് നമുക്ക് 4,85 ചെയ്ത് കൊടുക്കാം. 4,85. 4,85,000 രൂപയാണ് ഇതിൻ്റെ ഒരു ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആണ്. കുറച്ച് കൊടുക്കാമല്ലോ അല്ലേ? ചെയ്ത് കൊടുക്കാം. ഓക്കെ. മാക്സിമം ലോണും തരും. അതായത് 2022 വളരെ ലോ കിലോമീറ്റർ ഓടിയ വണ്ടി. ഏകദേശം നിങ്ങൾക്ക് ഒരു 1.5 ലക്ഷം രൂപ ഡിപ്രീസിയേഷനിൽ എടുക്കാം അല്ലേ? കിട്ടും. പിന്നെ മാക്സിമം ലോണും കിട്ടും. ഓൾമോസ്റ്റ് ഒരു പുതിയ വണ്ടി എടുക്കുന്ന ലോൺ തന്നെ ചെയ്ത് കൊടുക്കാം അല്ലേ? അപ്പോൾ എന്തായാലും ഇവരുടെ ഷോറൂമിന്റെ പുറത്തൊരു കുറച്ച് വണ്ടികളും കൂടി ഇട്ടിട്ടുണ്ട്. ഞാൻ അതിന്റെ ഡീറ്റെയിൽ കൂടി ഒന്ന് കാണിച്ചു തരാം. അതായത് ഈ ഹൈവേയുടെ തൊട്ട് സൈഡിലാണ് ഈ കാണുന്നത്. നമ്മൾ വയനാട്ടിലേക്കൊക്കെ പോകുന്ന, കൊടുവള്ളിക്കൊക്കെ പോകുന്ന ഹൈവേ ആണ്. അപ്പോൾ അതിന്റെ സൈഡിലായതുകൊണ്ട് തന്നെ ലേശം വണ്ടികൾ പോകുന്ന സൗണ്ട് ഉണ്ടാവും. അതുകൊണ്ട് ദയവായി ക്ഷമിക്കാം. മാക്സിമം അതൊക്കെ കളഞ്ഞ് ഞാൻ റെഡിയാക്കി തരാം. എന്തായാലും ഫിയസ്റ്റ ഫോർഡ് ഫിയസ്റ്റ ഏതാ മോഡൽ? 2009 മോഡൽ വണ്ടി. 2009 ആണ്. 2009 ഇത് എത്ര ഓടിയിട്ടൊക്കെ ഉണ്ട്? ആകെ 1,20 ഓടിയുണ്ട്. 1,20. ഏകദേശം ജെന്യൂൻ ആണോ? ജെന്യൂൻ ഓൾമോസ്റ്റ് 10 കിലോമീറ്റേഴ്സ് ആണ് വരുന്നത്. ഇത് ഓണർഷിപ്പ് ഏതാ? ഓണർഷിപ്പ് സിംഗിൾ ആണ്.
അപ്പോൾ ഏകദേശം കറക്റ്റ് ആയിരിക്കും കേട്ടോ. നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോ, ഹിസ്റ്ററി ഒക്കെ ഇപ്പോഴും കിട്ടും. ഹിസ്റ്ററി കിട്ടും, നമുക്ക് മലബാർ ഫോർഡ് ഷോറൂം പോയ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കിട്ടും. നോക്കാം അല്ലേ. അതുപോലെ തന്നെ വണ്ടീന്റെ കണ്ടീഷൻ നോക്കിയിട്ട് മാത്രം എടുക്കുക. കുറച്ച് പഴയ മോഡലാണ്, 2009 പറഞ്ഞു. പിന്നെ വേറെ അപാകതകൾ ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. അടിപൊളി. അതായത് 9 വണ്ടിക്ക് ഒരു റീപ്ലേസും ഇല്ലാത്ത വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ. പിന്നെ വളരെ വളരെ ലോ ബഡ്ജറ്റ് കൊടുത്തൂടെ? ലോ ബഡ്ജറ്റ് നമുക്ക് ചെയ്ത് കൊടുക്കാം. കസ്റ്റമേഴ്സിന് ഒരു സെഡാൻ വണ്ടി ലോ ബഡ്ജറ്റ് ചെയ്ത് കൊടുക്കാം. അതും ഡീസലാണ് കേട്ടോ. ഡീസൽ നല്ല മൈലേജ് 20 കിട്ടൂലേ? 20 കിട്ടും. ഓക്കെ, ഇതെന്താ പ്രൈസ് വരുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്ന 1.65 ആണ്. 1.65. അത് നെഗോഷ്യബിൾ ആക്കാൻ പറ്റുമോ? അത് നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം അല്ലേ. പിന്നെ ലോൺ കിട്ടാൻ സാധ്യത കുറവാണ്, കുറവായതുകൊണ്ട്. പിന്നെ സേട്ടു ലോണൊക്കെ കിട്ടുള്ളൂ. സേട്ടുവിന് ഒരു കാലത്തും അടുപ്പിക്കാതിരിക്കുക ഏറ്റവും നല്ല അതാണ്. ഓൾമോസ്റ്റ് റെഡി ക്യാഷ് എടുക്കാനാണ് നോക്കേണ്ടത്. അതെ അതെ അതെ. സേട്ടുവിന് അടുപ്പിച്ചിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് കാലാകാലം ഇങ്ങനെ പലിശ അടച്ചുകൊണ്ടിരിക്കും. അതാണ് പ്രശ്നം കേട്ടോ. പിന്നെ ടയർ ഭാഗങ്ങളൊന്നും മോശമില്ല, അത്യാവശ്യം നല്ല കട്ടയുണ്ട്. ടയർസും കുഴപ്പമില്ലാത്ത ടയർസ് ഉണ്ട്, പെട്ടെന്നൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. അതെ അതെ അതെ. പിന്നെ നമ്മൾ കൊടുക്കുന്നതിന് മുമ്പ് ഒരു ചെക്കപ്പ് പോളിഷ് എല്ലാം ചെയ്തിട്ട് പുതിയ വണ്ടികൾ തന്നെ കൊടുത്തു കൊടുക്കാം. പിന്നെ നമ്മൾ എല്ലാത്തിനും കൊടുക്കുന്നുണ്ട്. ഏത് വണ്ടി നിങ്ങൾ എടുത്താലും അതിന് പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ എന്തായാലും ഫിയസ്റ്റ 2009 കമ്പാറ്റീവ്ലി 9 വെച്ച് ലോ കിലോമീറ്റർ ക്ലീൻ വണ്ടി 1.65 നോക്കിക്കോളൂ കേട്ടോ. ഇത് ശരിക്കും ഒരു മിസൈൽ സാധനം തന്നെയാണ്. അതായത് വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നവർ മാത്രം എടുക്കണം എന്ന് ഞാൻ പറയുന്ന വണ്ടിയാണ്. അതായത് ഒരു കൊച്ചു മിസൈൽ 1.5 ഡീസൽ എഞ്ചിൻ. അതെ, അടിപൊളിയാണ്. സ്കോഡ റാപ്പിഡ് ആണ്. ഇതേതാ മോഡൽ? 2017 മോഡലാണ്. 2017 എത്ര ഓടിയുണ്ട്? 17 വളരെ ലോ കിലോമീറ്റർ ആണ് വണ്ടി ഓടിയത്. എത്ര ഓടി? 72,000 കിലോമീറ്റർ. 17 അതായത് ഈ വണ്ടിയൊക്കെ 72,000 ഓടിയതൊക്കെ കാണൽ കുറവാണ്. കാരണം ഓൾമോസ്റ്റ് 1ന്റെ മേലെ ഓടിയ വണ്ടികളുള്ളൂ. അതെ, 90% 1ന്റെ മേലെ ഓടിയ വണ്ടികളായിരിക്കും മാർക്കറ്റിലുള്ളൂ. ഇപ്പോൾ ഇത് വേരിയന്റ് ഏതാ? വേരിയന്റ് സ്റ്റൈൽ എന്ന് പറയും. ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷൻ ആണ്. അതിന്റെ മുകളിൽ ചെറിയ ഉണ്ടാവും അല്ലേ. അതായത് സ്ക്രീനും കാര്യങ്ങളൊക്കെ കമ്പനി ഫീഡ് ആയിട്ട് വരും. AC പവർ സ്റ്റിയറിംഗ്, 4 വിൻഡോ, അലോയിൽ കാര്യങ്ങൾ, സ്റ്റിയറിംഗ് കൺട്രോൾ, ലാംപ്സ് എല്ലാം വരുന്നുണ്ട്. അതെ അതെ അതെ. പിന്നെ വണ്ടി ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ എക്സ്ട്രാ നീറ്റ് ആണ് കേട്ടോ. ഒരു കുറ്റവും പറയാനില്ല. നീറ്റ് വണ്ടിയാണ് അല്ലേ. 17 അല്ലേ പറഞ്ഞേ? 17. എന്താ വില? ഇത് നമ്മൾ 7,50,000 ചോദിക്കുന്നത്. 7.5 നെഗോഷ്യബിൾ ആയി കൊടുത്തൂടെ? നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മാക്സിമം നിങ്ങൾക്ക് കുറയ്ക്കാവുന്നതിന്റെ അങ്ങേ അറ്റം കുറച്ച് തരും. അതുപോലെ തന്നെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. 7ന്റെ ഒക്കെ അടുത്ത് ലോൺ കയറുമോ? നമുക്ക് 7ന്റെ അടുത്ത് ശ്രമിച്ചു നോക്കാം. കസ്റ്റമർ പ്രൊഫൈലാണ്. 6 മേലെ എന്തായാലും കയറും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏകദേശം ഒരു 1-1.5 ലക്ഷം രൂപയുടെ ഉള്ളിൽ, അതായത് നിങ്ങൾക്ക് 1 ലാഖിന്റെ സുഖമായിട്ട് ഇറക്കാൻ പറ്റും അല്ലേ. ഒരു 1 ലക്ഷം രൂപയുടെ ഉള്ളിൽ കയ്യിൽ വെച്ചിട്ട് വന്നാൽ ഇനിയിപ്പോൾ അതിൽ കൂടുതൽ ലോൺ വേണമെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് ചെയ്തോളൂ. നമുക്ക് ഏത് ബാങ്കിൽ ചെയ്യാൻ പറ്റും ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 18-20ന്റെ ഒക്കെ അടുത്ത് മൈലേജും കിട്ടും. പറപ്പിക്കുകയാണെങ്കിൽ ഒരു 15 പ്രതീക്ഷിച്ചാൽ മതി. നിങ്ങളൊന്ന് നോക്കിക്കോളൂ, അത്രയും കംഫർട്ടുള്ള വണ്ടിയാണ്. കാർ സോണിലെ ഈ ഒരു എപ്പിസോഡിലെ അവസാന ഭാഗങ്ങളിലേക്ക് പോവാണ് അല്ലേ. 2 വണ്ടി കൂടി കാണിച്ചു തരാം. ഒരു പോളോ കാണിച്ചു തരാം. പോളോ ഏതാ മോഡൽ? പോളോ 2015 മോഡലാണ്. 15 ഡീസലോ പെട്രോളോ? പെട്രോൾ വണ്ടിയാണ്. ഈ പെട്രോൾ വണ്ടി ആകുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാം. കംപ്ലൈന്റ് വളരെ കുറവായിരിക്കും. ഡീസൽ വണ്ടി ആകുമ്പോൾ ധൈര്യമായിട്ട് അതും എടുക്കാം. മൈലേജ് കൂടും, ലേശം കംപ്ലൈന്റ് കൂടും. അതെ, പക്ഷെ നല്ല വണ്ടിയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതെ അതെ അതെ. പിന്നെ ഡീസൽ വണ്ടിയൊക്കെ മെയിൻ ആയിട്ട് വരുന്നത് ടർബോ ഇഞ്ചക്ടർ തന്നെ, വേറൊന്നും വരാനില്ല. ഇതിന് പിന്നെ ആ ഒരു പ്രശ്നമില്ല കേട്ടോ. നിങ്ങൾക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം. 1.2 ലിറ്റർ പെട്രോൾ. ഓക്കെ, ഏതാ മോഡൽ പറഞ്ഞത്? മോഡൽ 2015 കംഫർട്ട് ലൈൻ ആണ്. എത്ര ഓടിയുണ്ട്? 90,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയത്. സെക്കൻഡ് ഓൺഷിപ്പിലാണ് നിലവിൽ. 15 അപേക്ഷിച്ച് ഒരു വലിയ ഓട്ടം, നോർമൽ. ഏകദേശം ഒരു 9 കൊല്ലം കൊണ്ട് 90,000 കിലോമീറ്റർ ഓടിയുള്ളൂ. ഒരു വർഷം ഒരു 10-നുള്ളിലേ ഓടിയിട്ടുള്ളൂ. അതെ അതെ. കിട്ടുമല്ലോ അല്ലേ. വണ്ടി നല്ല നീറ്റാണ്. ഇന്റീരിയർ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. ചെറിയ ടച്ചപ്പ് ഒക്കെ എന്തായാലും ഉണ്ടാവും കേട്ടോ, അത് നോക്കണ്ട. അതുപോലെ തന്നെ ടയർ ഭാഗങ്ങൾ കുറച്ച് കുറവാണ്. നമുക്ക് ഫ്രണ്ടില് കുറച്ച് കുറവാണ്, ബാക്കിൽ കുഴപ്പമില്ല അല്ലേ. ഫ്രണ്ടിൽ നിങ്ങൾ എടുത്താൽ മാക്സിമം ഒരു 5,000 കിലോമീറ്റർ ഒക്കെ അത് ഓടുള്ളൂ. അത് മാറേണ്ടി വരും. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ. ക്ലീൻ വണ്ടി. ഓക്കെ, 2015 മോഡൽ 90,000 കിലോമീറ്റർ ഓടിയ 1.2 പെട്രോൾ. എന്താ റേറ്റ്? നമുക്ക് 4.80 ആണ് ചോദിക്കുന്നത്. 4.80 നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ. വാറണ്ടി കയറൂലേ? വാറണ്ടി നമുക്ക് ചെയ്ത് കൊടുക്കാം. വാറണ്ടി അടക്കം തരും, ധൈര്യമായിട്ട് കൊണ്ടുപോകാം. അതായത് ക്ലീൻ വണ്ടി, ഒരു റീപ്ലേസ്മെന്റ് സിംഗിൾ ഓണറാണോ? സെക്കൻഡ് ഓണർ അല്ലേ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മാക്സിമം ലോണും കയറും കേട്ടോ. ഏകദേശം ഒരു 4ന്റെ ഒക്കെ മേലെ അടുത്ത് മാക്സിമം ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. ആരെങ്കിലും നല്ലൊരു പെട്രോള് പോളോ നോക്കുന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരെ. വണ്ടി ഇവിടെ ഉണ്ട്, വന്ന് നോക്കിയിട്ട് മാത്രം കമന്റ് ഇടുക. അതാണ് എനിക്ക് പറയാനുള്ളൂ. അതുപോലെ തന്നെ ഒരു കിഡ് ഏതാ മോഡല്? 2017 മോഡൽ RXL ആണ് വരുന്നത്. 17 RXL ആണ് അല്ലേ. ഓക്കെ, ഇത് ശരിക്കും എത്ര ഓട്ടോ ഒക്കെ? 72,000 കിലോമീറ്റേഴ്സ് ആണ് വണ്ടി ഓടിയത്. 17 RXL എന്ന് പറയുമ്പോൾ പവർ വിൻഡോസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ കസ്റ്റമർ അഡീഷൻ ചെയ്തിട്ടുണ്ടല്ലേ. ഓക്കെ, മ്യൂസിക് സിസ്റ്റം പഴയ സെറ്റാണ്. അതിന്റെ തിരിപ്പുണ്ട് എന്തായാലും. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഒന്നുമില്ല. ഇത് ഓട്ടത്തിൽ പറഞ്ഞ
ഓട്ടം വരുന്നത് 72,000 72,000 അല്ലേ? ഹിസ്റ്ററി കിട്ടുമല്ലോ അല്ലേ? ഓക്കെ, ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കാം, എല്ലാം ചെയ്ത് കൊടുക്കാം. ഓവറോൾ വണ്ടി നല്ല വൃത്തിയുണ്ട്. ടയർ ഭാഗങ്ങളൊക്കെ ഒരു 60% ഉണ്ട്. 60%. 10,000 കിലോമീറ്റർ ഒക്കെ മാക്സിമം ഓടിക്കുക, അത്രേ ഉള്ളൂ. ഇതിന്റെ വിലയും കൂടി കേട്ടെ. നമുക്ക് 290 ചെയ്ത് കൊടുക്കാം. 290, 17 വണ്ടി അല്ലേ? 17 1 ലിറ്റർ ആണ്. 1 ലിറ്റർ വണ്ടിയാണ്, 1000 cc. നല്ല പവർ ഉണ്ടാവും. 800 അപേക്ഷിച്ച് കുറച്ചുകൂടി പവർ ഉണ്ടാവും. മാനുവൽ തന്നെ അല്ലേ? മാനുവൽ. അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. 2017 വണ്ടി, 17 സിംഗിൾ ഓൺഷിപ്പ്, 72,000 ഓടിയ വണ്ടി. ഓക്കെ, 290 നെഗോഷ്യബിൾ ആണ്. മാക്സിമം കുറച്ച് തരും. 17 ആയതുകൊണ്ട് മാക്സിമം ചെയ്തു. ലോണും കയറും, അതുപോലെ തന്നെ വാറണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തു തരും കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ കാർ സോൺ കൊടുവള്ളി എത്തുന്നതിന് മുമ്പ് പടനിലം പുതിയ ഷോറൂമിൽ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടി കേട്ടോ. അവസാനത്തെ വണ്ടിയും നല്ല അടിപൊളി ഒരു ടിയാഗോ തന്നെയാണ്. ടിയാഗോ ന്യൂ ഷേപ്പ് വണ്ടിയാണ്. ഏതാ മോഡൽ? 2021 മോഡൽ വണ്ടിയാണ്. 21 ലാസ്റ്റ്. എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ 30/10/2021 ആണ്. ഏതോ ആർമിക്കാരന്റെ വണ്ടിയാന്ന് തോന്നുന്നു അല്ലേ? ആർമിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞ കേട്ടോ. KL76 രജിസ്ട്രേഷനിലുള്ള ന്യൂ ഷേപ്പ് വണ്ടിയാണ് കേട്ടോ. എത്ര ഓടിയിട്ടുണ്ട്? വളരെ ലോ കിലോമീറ്റർ ആണ്. 24,000 കിലോമീറ്റേഴ്സ് വണ്ടി ഓടി. 24 ഓടിയിട്ടുള്ളൂ. ഇതും 1.2 പെട്രോൾ. അതെ, കാര്യമായ ഒരു കംപ്ലൈന്റും ഇല്ലാത്ത നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി. അതുപോലെ തന്നെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങൾ അഡീഷൻ ചെയ്തിട്ടുണ്ട്. ഇൻഫർടൈൻമെന്റ് കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. ഒരു 9 ഇഞ്ചിന്റെ സ്ക്രീനും ഉണ്ട് കേട്ടോ. ഒരു റീപ്ലേസും ഇല്ലല്ലോ, ഒന്നുമില്ല. ടയർ ഭാഗങ്ങൾ എനിക്ക് തോന്നുന്നു 20 സംതിങ് ഓടിയതാണ്. ഒന്നും ചെയ്യാല്ല, ജസ്റ്റ് വരിക, വണ്ടി എടുക്കുക, ഓടിക്കുക, അത്രേ ഉള്ളൂ. ഒരു 15,000 കിലോമീറ്റർ കൂടി നിങ്ങൾക്ക് ടയർ ഓടിക്കാം, ഒരു കുഴപ്പമില്ല. വേരിയന്റ് ഏതായിരുന്നു? വേരിയന്റ് നമുക്ക് എക്സ്ട്രീ ഓപ്ഷനിലാണ്. ഓപ്ഷനിൽ അതായത് ബേസ് അല്ല, മിഡിലിന്റെ കുറച്ച് മേലെ. ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാര്യങ്ങളിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് നിങ്ങൾ നോക്കിക്കോ. പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് സേഫ്റ്റി റേറ്റിംഗിൽ 5 സ്റ്റാർ റേറ്റിംഗ് വരുന്ന വണ്ടിയാണ്. അതാണ് മെയിൻ സംഭവം. അതെ, കാരണം സേഫ്റ്റി നോക്കുന്ന ഒരാൾക്ക് ബെസ്റ്റ് വണ്ടി. 2 എയർ ബാഗും ഇല്ലേ? 2 എയർ ബാഗ് വരുന്നുണ്ട്. അടിപൊളി. എന്താ പ്രൈസ്? നമുക്ക് ഇത് ഓൾമോസ്റ്റ് നെറ്റിലേക്കാണ് നമ്മൾ റേറ്റ് പറയുന്നത്. നമുക്ക് 570 ആണ്. എന്നാലും എന്തെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് വീഡിയോ കണ്ടുവരുന്ന കസ്റ്റമേഴ്സ് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. അതായത് ഇവിടെ വന്നിട്ട് ഒരാളും നിങ്ങൾ റേറ്റ് ചെറിയ പൈസേന്റെ അതൊന്നുമില്ല, ആരും പോരുത്. ഇല്ല, നമുക്ക് പറ്റുന്ന മാക്സിമം ചെയ്ത് കൊടുക്കാം. അടിപൊളി. എന്തായാലും മാക്സിമം ഡിസ്കൗണ്ടിൽ തരും. നിങ്ങൾക്ക് സുഖമായിട്ട് 5 ലക്ഷം രൂപ ലോണും കയറും. 4 to 5 ഇടയിൽ നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് കയറും. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിലും ഒന്ന് നോക്കിക്കോളൂ. നല്ല ക്ലീൻ വണ്ടിയാണ്. 5,70,000 അല്ലേ? ഓക്കെ, എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ഇത്രയും സമയം കാണിച്ച് ഇത്രയും വണ്ടികളിൽ ഏതെങ്കിലും വണ്ടീൻ്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ ഇവരുടെ നമ്പറൊക്കെ ഞാൻ ഈ വീഡിയോയുടെ മേൽഭാഗത്ത് എഴുതി കാണിക്കുന്നത്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും ഇതും സകല സാധനങ്ങളും ഉണ്ടല്ലോ. നമുക്കിപ്പോൾ ഇവിടെ കാണിച്ച വണ്ടികൾ മാത്രമല്ല, നമ്മൾ വേറെ ബ്രാഞ്ചിലുള്ള വെഹിക്കിൾസ് നമുക്ക് അവൈലബിൾ ആയി കൊടുക്കാം. അല്ല, അത് വേറൊരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഇവരുടെ കാലിക്കറ്റുള്ള വീഡിയോ ഞാൻ ഇട്ടതാണ്. നമുക്ക് ചെയ്ത് കൊടുക്കാം. വണ്ടികൾ കാണാം. നമുക്ക് ഇവിടെ വിളിച്ചാൽ അവിടുത്തെ വണ്ടികളും കിട്ടും, ഇവിടുത്തെ വണ്ടിയും ചെയ്ത് കൊടുക്കാം. നമുക്ക് പുതിയ വണ്ടികൾ വരുന്നുണ്ട്, SUV വണ്ടികൾ വരുന്നുണ്ട്, വണ്ടികൾ വരുന്നുണ്ട്. അതായത് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു 10-60 വണ്ടിയെങ്കിലും മിനിമം കയ്യിലുണ്ടാവണം അല്ലേ? അതായത് എല്ലാ ഷോറൂമിലും അവിടെ ഒരു 100 മേലെ ഉണ്ട്. അപ്പോൾ ഇവിടെയെങ്കിലും ഒരു 60 മേലെ ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയാവട്ടെ ഒരു പുതിയൊരു സംരംഭം. എൻ്റെ എല്ലാവിധ ആശംസകളും. നിങ്ങളും മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് അതിൻ്റെ ചെയ്തേക്കാം അല്ലേ? നമുക്ക് അടുത്തൊരു കിടിലൻ എപ്പിസോഡായിട്ട് കാണാം. അപ്പോൾ ആർക്കെങ്കിലും നല്ല വണ്ടികൾ വേണമെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരെ, ഇവരെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു കിടിലൻ എപ്പിസോഡായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.